ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ദേശീയ ഗീതം പൂർണ്ണമായിട്ട് ആലപിക്കുക എന്നുള്ള നിർദ്ദേശം ഇന്ന് പരിപൂർണമായും ലംഘിക്കപ്പെട്ടു. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നീ ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ വഹിക്കുന്നവർ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിക്കുക എന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടത്. വാസ്തവത്തിൽ ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക് ഭവനെയും ഗവർണറെയും അതോടൊപ്പം ദേശീയ ഗീതത്തെയും അതിനോടും അനാദരവ് കാണിക്കുന്ന നടപടിയായി. വി ഡി സതീശൻ സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്ന് വളരെ വ്യക്തമാണ്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത പരാമർശങ്ങൾ, വരികൾ അതിലുണ്ടെന്നാണ്. ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, മാർക്സിസ്റ്റ് പാർട്ടി വ്യക്തമാക്കണം ഏതൊക്കെ വരികളാണ് അന്യമതങ്ങളെ വ്രണപ്പെടുത്തുന്നതും മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്തതുമായിട്ടുള്ള വരികൾ ഈ വന്ദേ മാതരത്തിലുള്ളത്. 1896 വന്ദേ മാതരം കോൺഗ്രസിൻ്റെ ദേശീയ സമ്മേളനത്തിൽ, AICC സമ്മേളനത്തിൽ ആദ്യമായിട്ട് പൂർണ്ണ രൂപത്തിൽ ആലപിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിക്കപ്പെട്ടത്.